ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെമ്മറിയാണ്. നമുക്കറിയാം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെ, ഇലക്ട്രോണിക് ഡിവൈസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് മെമ്മറിയാണ്. അല്ലെ, മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാലും ലാപ്ടോപ്പ് എടുത്താലും ഇപ്പോൾ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചാലും ഒക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻസ് മെമ്മറിയുടെ കാര്യത്തിൽ കൊടുക്കാറുണ്ട്. അല്ലെ, കാരണം എന്ന് പറഞ്ഞാൽ മെമ്മറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും ഡേറ്റാസ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും പ്രോസസ്സിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റം ഹാങ് ആകാതെ പ്രോസസ്സിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് മെമ്മറി ഉണ്ടെങ്കിൽ. അല്ലെ, അപ്പൊ അത്യാവശ്യം നമ്മൾ നല്ല മെമ്മറി അല്ലെ നല്ല റാമുള്ള മൊബൈലൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. മെമ്മറിയുടെ ടൈപ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു സിസ്റ്റത്തെ ബേസ് ചെയ്ത് നോക്കിയാൽ, ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ ബേസ് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ ടൈപ്പ് മെമ്മറീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പ് മെമ്മറീസ് ആണ് നമ്മൾ പറയുന്നത്. ബ്രോഡ് കാറ്റഗറി ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് മെമ്മറിയെ ഡിവൈഡ് ചെയ്യാം: പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഓക്കെ, പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് റാമും റോമും ആണ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ്, ഈ റാം ആൻഡ് റോം, ഇവർ രണ്ടുപേരുമാണ് എന്ത് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ്. അതാണ് ഹാർഡ് ഡ്രൈവ് എന്ന് എഴുതിയിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക്, HDD, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാണ്. HDD എന്ന് എഴുതിയാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ്. അതിനെ നമുക്ക് ഹാർഡ് ഡ്രൈവ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഹാർഡ് ഡിസ്കും CD ഇതൊക്കെയാണ് എന്ത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? കോമ്പാക്ട് ഡിസ്ക്. അതാണ് CD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോമ്പാക്ട് ഡിസ്ക്. അപ്പം ബേസിക് ആയിട്ട് രണ്ട് ടൈപ്പ് മെമ്മറീസ് ഉണ്ട്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഓക്കെ, ഇനി ഈ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ എന്ന് പറയാനുള്ള കാരണം എന്താ? വോളറ്റൈലിന്റെ മീനിങ് ഇപ്പോൾ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പവർ ഫെയിലിയർ ഉണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ്, ഈ റാമിലെ കണ്ടന്റ് എന്ന് പറയുന്നത് മൊത്തം അങ്ങ് എറൈസ് ആയി പോകും. ഓക്കെ, അപ്പൊ റാമിലെ കണ്ടന്റുകൾ പെർമനന്റ് ആയിട്ടല്ല റാമിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. സോ അതുകൊണ്ടാണ് റാമിനെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പവർ ഓഫ് ആയാലും അല്ലെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ റാമിലുള്ള കണ്ടന്റ് മൊത്തം എറൈസ് ആയി പോകും. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി റോം എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ റോമിലെ കണ്ടന്റുകൾ ഒരിക്കലും എറൈസ് ആയി പോകത്തില്ല. നിങ്ങൾ സിസ്റ്റം ഓഫ് ചെയ്താലോ അല്ലെങ്കിൽ പവർ ഫെയിലിയർ ആയാലോ റീസ്റ്റാർട്ട് ചെയ്താലോ ഒന്നും റോമിലെ കണ്ടന്റുകൾ ഒന്നും പോകത്തില്ല. റോമിലെ കണ്ടന്റുകൾ പെർമനന്റ് ആയിരിക്കും. പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് റോമിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അത് ബൂട്ട് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും റോമിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റാം, റോം. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇവിടെ ടൈപ്സ് ഓഫ് മെമ്മറി ഞാൻ പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് മെമ്മറി റാം, റോം. ഇനി റാമിനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എസ് റാമും ഉണ്ട്, ഡി റാമും ഉണ്ട്. എസ് റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് റാം, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് റാമും ഉണ്ട്, ഡൈനാമിക് റാമും ഉണ്ട്. ഇനിയുള്ളതാണ് റോം. റോമിനെ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പി റോം, EP റോം, EEP റോം. ഓക്കെ, അപ്പൊ പി റോം ഉണ്ട്, EP റോം ഉണ്ട്, EEP റോം ഉണ്ട്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നോക്കാം. എന്തൊക്കെയാണ് ഈ പറയുന്ന എസ് റാം എന്താണ്, ഡി റാം എന്താണ്, പി റോം എന്താണ്, EP റോം എന്താണ്, EEP റോം എന്താണ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ റാമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, റാൻഡം ആക്സസ് മെമ്മറി. ഇതാണ് റാം. കണ്ടോ, ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാണ് റാം. നിങ്ങൾക്ക് കാണാൻ പറ്റും സിസ്റ്റം, അതായത് CPU. നിങ്ങൾ ആ ഒരു CPUവിന്റെ ആ ഒരു ബോക്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മദർ ബോർഡിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. മദർ ബോർഡിൽ റാം ഫിക്സ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. സോ അതാണ് അടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഏരിയയിലാണ് മദർ ബോർഡിൽ നമ്മൾ റാം ഫിക്സ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഇതാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ CPU എന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. CPU. ഓക്കെ, പ്രൊസസ്സറിനെയാണ് നമ്മൾ പറയുന്നത്, പ്രൊസസ്സർ. ഓക്കെ, അപ്പൊ ഒരു പ്രൊസസ്സറിന് എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ഡേറ്റ എന്ന് പറയുന്നത് ആക്ച്വലി എവിടെ വേണം? റാമിൽ വേണം. ഓക്കെ, അപ്പൊ റാമിൽ ഒരു ഡേറ്റ ഉണ്ടെങ്കിലാണ് പ്രൊസസ്സറിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് റാമിനെ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പ്രോഗ്രാം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും അതിനെ റാമിലേക്ക് ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രൊസസ്സറിന് അതിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് റാം. അതാണ് റാമിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെ റാമിനെ നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, റാം ഒരു പ്രൈമറി മെമ്മറി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആ പ്രോഗ്രാമിനെ എവിടെ ലോഡ് ചെയ്യണം? റാമിലേക്ക് ലോഡ് ചെയ്യണം.
അത് എവിടെ നിന്ന് ലോഡ് ചെയ്യണം? ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യണം. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് പെർമനന്റ് സ്റ്റോറേജ് ആണ്, പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഒരുപാട് ഡേറ്റാസ്, ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകളും പ്രോഗ്രാമുകളും എല്ലാം ഡൗൺലോഡ് ചെയ്ത് വരുന്നത് എല്ലാം സേവ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ ഹാർഡ് ഡിസ്കിലാണ് അല്ലെ. അപ്പൊ ഹാർഡ് ഡിസ്കിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതിനെ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം, നമ്മളൊരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനെ മാത്രമായിട്ട് എവിടെ ലോഡ് ചെയ്യണം? ഈ റാമിൽ ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ CPU-ന് അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊസസ്സറിന് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ റാമിലുള്ള ഡേറ്റ മൊത്തം ക്ലിയർ ആയി പോകും എന്ന് പറഞ്ഞു അല്ലെ, എറൈസ് ആയി പോകും, അതായത് ക്ലിയർ ആയി പോകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റാമിനെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഇനി DRAM ഉണ്ട്, SRAM ഉണ്ട്, അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ DRAM എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റഡ് ഓഫ് ടൈനി കപ്പാസിറ്റേഴ്സ് ദാറ്റ് ലീക്ക് ഇലക്ട്രിസിറ്റി. സോ കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. SRAM ഡിസൈൻ ചെയ്തേക്കുന്നത് എന്താ? D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടാണ്, സിമിലർ ടു D ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകും. ഇൻഎക്സ്പെൻസീവ് ആണ് DRAM എന്ന് പറയുന്നത്, SRAM എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇത് സ്ലോവർ ദാൻ SRAM ആണ്, ഇത് ഫാസ്റ്റർ ദാൻ DRAM ആണ്. പിന്നെ ഈ DRAM യൂസ് ചെയ്യുന്നത്, DRAM എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് RAM ഇല്ലേ, സാധാരണ നമ്മുടെ RAM ഇല്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ SRAM-ന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ക്യാഷ് മെമ്മറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് ഒരു മെമ്മറി ഉണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി. ഓക്കെ, സോ ക്യാഷ് മെമ്മറി ആയിട്ടാണ് SRAM-നെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി ആണ്. റീഡ് ഓൺലി മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് ബൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു റോമിലാണ്. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമുക്ക് റാമിലേക്ക് നമ്മൾ ലോഡ് ചെയ്യണം അല്ലെ, ആദ്യം അതാണ് ചെയ്യുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്ന പരിപാടിയാണ് ഈ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എന്ത് ചെയ്യുക? ഹാർഡ് ഡിസ്കിൽ നിന്ന് ഈ റാമിലേക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ബൂട്ടിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസുകളൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്ന റോമിലാണ്, റീഡ് ഓൺലി മെമ്മറിയിലാണ്. അത് നോൺ വോളറ്റൈൽ ആണ്, അതിനകത്ത് ഡേറ്റ ഒന്നും ഒരിക്കലും ക്ലിയർ ആയി പോകത്തില്ല. ഓക്കെ, അപ്പോൾ നോൺ വോളറ്റൈൽ ആണ്. ഇനി ഇതിനെ നമ്മൾ ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് എംബഡഡ് സിസ്റ്റത്തിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. എംബഡഡ് സിസ്റ്റത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് റോം മെമ്മറി ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ കാൽക്കുലേറ്റേഴ്സിൽ, പെരിഫറൽ ഡിവൈസസിലൊക്കെ റോം യൂസ് ചെയ്യാറുണ്ട്. ദെൻ റോമിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതായത് 3ആയിട്ട് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. PROM, EEPROM എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എന്താണ് PROM എന്ന് പറഞ്ഞാൽ? PROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് ബൈ ദ യൂസർ ആണ് ഇതിനെ പ്രോഗ്രാം ചെയ്തെടുക്കുന്നത്, PROM-നെ. ഓക്കെ, അപ്പൊ ഒരിക്കലും നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ യൂസർ ഇതിനകത്തോട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു, ഈ PROM-ലേക്ക് നമുക്ക് യൂസേഴ്സിന് പ്രോഗ്രാം ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് PROM-ന്റെ പ്രത്യേകത. രണ്ടാമത് നോക്കിയാൽ EPROM എന്ന് പറയും. EPROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അതായത് ഇതിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ റോമിനെയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഡേറ്റയെ നമുക്ക് സേവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനെ എറൈസബിൾ പ്രോഗ്രാമബിൾ എന്നാ, അപ്പൊ എറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിനകത്തെ കണ്ടന്റ് നമുക്ക് എറൈസ് ചെയ്ത് കളയാൻ പറ്റും, എന്നിട്ട് വീണ്ടും അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ എറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അൾട്രാവയലറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തെ കണ്ടന്റിനെ എറൈസ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുന്നതാണ് EEPROM എന്ന് പറയുന്നത്, അതായത് ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇതിനകത്ത് ഡേറ്റയെ നമുക്ക് എറൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിനെ എറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എറൈസ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രിക്കലി എറൈസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, എറൈസബിൾ പ്രോഗ്രാമുകൾ ആണെങ്കിൽ നമ്മൾ അൾട്രാവയലറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് അതിനകത്ത് ഡേറ്റ മുഴുവൻ നമ്മൾ എറൈസ് ചെയ്ത് മാറ്റുന്നത്, ക്ലിയർ ചെയ്ത് മാറ്റുന്നത്. EEPROM ആണെങ്കിൽ ഇലക്ട്രിക്കലി എറൈസബിൾ പ്രോഗ്രാമുകൾ അല്ലെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്ത് ഡേറ്റയെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് അതിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും.
സോ നെക്സ്റ്റ് ആണ് എന്ത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അല്ലെ. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ഏരിയ, ഒരുപാട് ഡാറ്റ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏരിയ ആണ് ഹാർഡ് ഡിസ്ക്, കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിന്റെ ഫിഗർ ആണ് ഈ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നത്. ദെൻ ഹാർഡ് ഡിസ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ, അതായത് ഈ ഒരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, കുറെ പ്ലേറ്റുകൾ, റൗണ്ട് ഷേപ്പിലെ കുറെ പ്ലേറ്റുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഈ നീളത്തിൽ കാണുന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്, അത് ഹെഡ് ആണ്, റീഡ് റൈറ്റ് ഹെഡ് ആണ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഹെഡ് പൊസിഷൻ ആണിത്. അപ്പം ഇതൊരിക്കലും ഇതിനെ ടച്ച് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ പ്ലേറ്റിനെ ടച്ച് ചെയ്യത്തില്ല. ഇതിനിടയിൽ സ്മോൾ എയർ ഗ്യാപ്പ് കാണും, ചെറിയൊരു എയർ ഗ്യാപ്പ് കാണും. ഓക്കെ, ഇനി ഈ പ്ലേറ്റ് മാഗ്നറ്റിക് കോട്ടഡ് ആണ്, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ച് കോട്ട് ചെയ്തേക്കുന്ന പ്ലേറ്റുകളാണ് ഈ റൗണ്ട് പ്ലേറ്റുകൾ. അപ്പൊ കുറെ പ്ലേറ്റുകൾ, റൗണ്ട് ആയിട്ടുള്ള കുറെ പ്ലേറ്റുകൾ അടുക്കി വെച്ചേക്കുന്ന പോലാണ് ഇതിന്റെ ഫാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യും, അതായത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ പ്ലേറ്റുകൾ നല്ല സ്പീഡിൽ കറങ്ങും. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഹെഡാണ് എന്ത് ചെയ്യുക, ഇതിനകത്ത് ഡാറ്റയെ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും, ഡാറ്റ ഇതിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നതും. അപ്പൊ റീഡ് റൈറ്റ് ഹെഡാണ് ഈ നീളത്തിലിരിക്കുന്ന സംഭവം. ഓക്കെ, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സേവ് ചെയ്യുന്നത് ഈ പറയുന്ന ഹാർഡ് ഡിസ്കിലാണ്. ഹാർഡ് ഡിസ്കിലാണ് പെർമനന്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സേവ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും, നമ്മുടെ ഒരുപാട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതെല്ലാം എവിടെ സേവ് ചെയ്ത് വെക്കുക? നമ്മുടെ ഡേറ്റാസും, നമുക്ക് വേണ്ട ഡേറ്റാസും അല്ലെ നമ്മൾ സേവ് ചെയ്യുന്ന ഡേറ്റ ഒക്കെ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഹാർഡ് ഡിസ്കിനകത്താണ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലാണ്. സോ ഇതാണ് ഹാർഡ് ഡിസ്ക്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഉള്ള ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ടിപ്പ് ഉണ്ട്, ഈ ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് റീഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ടിപ്പിനും ഈ പ്ലേറ്റിനെ ഒരിക്കലും ഈ ടിപ്പ് ടച്ച് ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക് നശിച്ചു പോകും. ഓക്കെ, ക്രാഷ് ആയി പോകും. അപ്പൊ ആ ഡിസ്ക് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ അങ്ങനെ ടച്ച് ചെയ്യാതെയാണ് ഇതിരിക്കുന്നത്. സ്മോൾ എയർ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ഇത് മാഗ്നറ്റിക് കോട്ടഡ് ആണ് ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു റൗണ്ട് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ അതിലേക്കാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കുറച്ചും കൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ മെമ്മറീസ് എന്ന് പറയുന്നത്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ കൂടാതെ വേറൊരു നമ്മൾ SSD പഠിച്ചു അല്ലെ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പഠിച്ചു. സോ SSD എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ഹാർഡ് ഡിസ്ക് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ, അതുകൂടാതെ തന്നെ SSD, അതായത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ SSD-യിലായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അതിനകത്തായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്പീഡിൽ ബൂട്ട് ചെയ്യാൻ പറ്റും. ചില സിസ്റ്റത്തിലൊക്കെ അങ്ങനെയാണ്. അതായത് ഈ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടല്ലോ, നല്ല അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള ലാപ്ടോപ്പ്, ഒരു 1 lakh 2 lakhs-നൊക്കെ അടുത്ത് വരുന്ന, 1 lakh-നൊക്കെ അടുത്ത് വരുന്ന, 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വരുന്ന ലാപ്ടോപ്പുകളുണ്ട്. അങ്ങനെയുള്ള ലാപ്ടോപ്പുകളിലൊക്കെ എന്താണ് SSD കാണും. ഈ ഹാർഡ് ഡിസ്ക് കൂടാതെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും കാണും. സോ അതിനകത്തായിരിക്കും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഒക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ Windows 7 Windows 8 എന്നൊക്കെ പറയത്തില്ലേ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അതൊക്കെയാണോ അതിനെയാണ് നമ്മൾ OS എന്ന് പറയാം. സോ OS ആണ് പ്രോഗ്രാം ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്, സിസ്റ്റത്തിനെ ഫുള്ള് കൺട്രോൾ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ OS-ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. OS യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. OS ഇല്ലാത്ത ഒരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സിസ്റ്റമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ OS-നെ സേവ് ചെയ്ത് വെക്കുന്ന എവിടെയാണ്, നല്ല ഈ പറയുന്ന സാധാരണഗതിയിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവിലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലൊക്കെ OS-നെ മിക്കവാറും SSD-യിലാണ് സേവ് ചെയ്ത് വെക്കുക, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിലൊക്കെയാണ് സേവ് ചെയ്ത് വെക്കുക. അതായത് ഒരുപാട് വിലയുള്ള ലാപ്ടോപ്പ് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.